ഈ അളിയനെ ഇവിടെ പോയി കിടക്കുക. അയ്യോ നീ വന്ന അളിയ അങ്ങനെ എന്താണ് എന്താ അളിയൻ ഈ എലിപ്പെട്ടിക്ക് കാറ്റടിച്ചോണ്ടിരിക്കുവാണോ? അത് എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. എന്തോന്ന് ഈ എലിപ്പെട്ടിക്ക് ഇങ്ങനെ കാറ്റടിച്ചോണ്ടിരുന്ന എന്റെ കാര്യങ്ങൾ വല്ലതും നടക്കുവോ? എലിപ്പെട്ടിയാ ഇതാ? ദേ അളിയാ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരുപാട് മനുഷ്യനെ കളിയാക്കരുത്. ഇതെന്റെ ചോറ് അറിയാ? ഇതോ? ആ ദൈവമേ, ഉച്ചക്ക് ചോറ് ഉണ്ണുന്നില്ല എന്ന് പറഞ്ഞ് ഈ സാധനമൊക്കെ എടുത്ത് ഉണ്ണാൻ പോവാണോ? എന്റെ അളിയ ഒരുപാട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം, എനിക്ക് അത്ര പറയാനുള്ളൂ. അയ്യോ, നിന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ വില്ലേജ് ഓഫീസർ അല്ല, അതൊക്കെ ദൈവം തീരുമാനിക്കും. ആ ഈ പുള്ളി എന്നതൊക്കെ പറഞ്ഞു. എടാവേ, ഞാൻ വില്ലേജ് ഓഫീസറുടെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ എന്റെ അപ്പനും അമ്മ എനിക്ക് 5 സെന്റ് സ്ഥലം എഴുതി തന്നിട്ടുണ്ടോ? ഉണ്ട്. എന്റെ പെങ്ങളും അളിയനായ നിങ്ങൾ അത് രണ്ടും കൂടെ കൂട്ടി ചോദിച്ച് വെച്ചോണ്ടിരിക്കണോ? എനിക്ക് തരാത്തത് എന്താ? എന്റെ അളിയ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അളിയന്റെ അളിയനാണോ, അവള് എന്റെ ഭാര്യ അളിയന്റെ പെങ്ങളാണോ? നോക്ക്, സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്ന മോശമാണ്. അല്ലാതെ ഭാര്യനെ പേടിയാന്നുള്ള ഒരു സമ്മതിക്കരുത് കേട്ടോ, സമ്മതിക്കരുത്. അല്ല അളിയ അങ്ങനത്തെ വർത്താനം ഒന്നും പറയരുത്. അളിയന് എന്ത് കിട്ടിയില്ലെന്നാ ഈ പറയുന്നത്? എനിക്ക് എന്നാ കിട്ടിയതന്നെ? ഒന്നും കിട്ടിയില്ലേ? അമ്മാവൻ ചാവുന്നതിന് മുമ്പ് അളിയനൊന്നും തന്നില്ലേ? എന്റെ അളിയ മര്യാദക്ക് വെള്ളം കുടിക്കാനുള്ള വക തന്നിട്ടല്ലേ അമ്മാവൻ പോയത്? അയ്യോ, പുള്ളിയുടെ പറച്ചിൽ കേട്ടാത്തൊന്നും കൊക്കോള കമ്പനി എന്റെ നേക്കൊക്കെ എഴുതി വെച്ചിട്ടാ പുള്ളി പോയെന്ന്. അല്ല, നിങ്ങൾ കേൾക്കണം, ഒരു പൊട്ടക്കുളം എനിക്ക് എഴുതി തന്നേച്ച് പോയാൽ അതിനകത്ത് ആരിങ്ങനെ തലയും കുത്തി വീണ് കഴിഞ്ഞാൽ ഇവിടെ ചാവാ നേരത്തെ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്തുണ്ടോ കുടിക്കാൻ? ഓഹോ, ഉണ്ടോ? എങ്കിലൊരു കാര്യം ചെയ്യാം, അളിയന് ഞാൻ സെക്രട്ടറിയേറ്റ് സ്വന്തമായിട്ട് അങ്ങ് എഴുതി തരാം, എടുത്തോ. വേണ്ട അളിയ, ഞാൻ ഉറങ്ങി കഴിയുമ്പോൾ സിന്താവിളിയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എനിക്കത് ഇഷ്ടപ്പെടില്ല. എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. പെങ്ങളളിയനെ ഞാൻ സ്റ്റേഷനിൽ കയറ്റി, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, എന്റെ അളിയ ഒരു കാര്യം പറയട്ടെ അളിയ, ഞാൻ പറഞ്ഞ അവള് കേക്കൂല അളിയ. കേൾക്കണോ അളിയ? അളിയും പറഞ്ഞ് കേൾക്കോളിയാ? ഇല്ലളിയ, കേൾക്കും. ഇല്ലളിയ, കേൾക്കും. ഇല്ലളിയ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ, നിങ്ങളിപ്പോ ഇത് തരില്ല, ഉറപ്പിച്ചല്ലോ. ഞാൻ ഇപ്പൊ എന്റെ 5 സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരുവാന്നിരിക്കട്ടെ, എനിക്ക് അപ്പൊ എനിക്ക് എന്നാ ഗുണം? തരികയാണെങ്കിൽ അളിയൻ എന്താണ് ഗുണമെന്ന്? അളിയൻ എനിക്കത് തരികയാണെങ്കിൽ എന്റെ പ്രാർത്ഥന എന്നും അളിയൻ ഉണ്ടാവും. അളിയാതെ, ഞാൻ അളിയന്റെ പ്രാർത്ഥനയും കൊണ്ട് റേഷൻ കട ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ, അരി കിട്ടില്ല, അടി കിട്ടും, നല്ല പുറം പോളൊക്കെ അടി. മനസ്സിലായ? അളിയനിത് പറയണം അളിയ, അളിയത് പറയണം. പിന്നെ അളിയ, എനിക്ക് പെമ്മക്കള് 3 അളിയ. നിങ്ങൾ രണ്ടും ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് പെമ്മക്കൾ 3 എന്നോട് പറഞ്ഞിട്ട് എന്നെ കാര്യം? എന്റെ 5 സെന്റ് സ്ഥലത്തെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ 5 സെന്റ് തൊടുന്നത് ഞാൻ തൊടിക്കില്ല. അളിയ, പിന്നെ വേറൊരു കാര്യമുണ്ട്, വെല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തരുത്. ഞങ്ങൾ വീട്ടിൽ ആരും പശുവിനെ വളർത്തുന്നില്ല, മൃഗങ്ങളില്ല. പിന്നെ 3 പിള്ളേരുടെ പറഞ്ഞ മൃഗമെന്ന്. അളിയ, സ്വന്തം അളിയനെ മൃഗമെന്ന് വിളിക്കാമോ അളിയ? പിന്നെ ഈ മുഖത്ത് നോക്കി ഞാൻ എന്തെന്ന് വിളിക്കണം, അതുകൂടെ പറ. അത്രയ്ക്ക് വൃത്തിയിട്ടമോ? പിന്നെ അളിയ കണ്ണാടി നോക്കാറില്ലേ? ചേട്ടാ, ഇവന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം നമ്മൾ എഴുതി കൊടുക്കുന്നില്ലെന്ന് അവനോട് എന്ന് പറ. നിന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം ഞങ്ങൾ എഴുതി തരുന്നില്ല. ഞാൻ അത് മേടിക്കാതെ പോകുകേല എന്ന് പറ. ഞാനത് മേടിക്കാതെ പോകുകയില്ല. എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ പോകത്തുള്ളൂ എന്ന് പറ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ രണ്ടുപേരെ മെസ്സേജ് പാസ് ചെയ്യാനേ ഞാൻ മൊബൈൽ ടവർ അല്ല, വേണമെങ്കിൽ അങ്ങോട്ട് പണഞ്ഞാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, മര്യാദക്കല്ലേ 2 എണ്ണത്തിന് ഞാൻ കച്ചേരി കയറ്റും. കച്ചേരി അല്ലടാ, എനിക്ക് ഗാനമേളയാണ് ഇഷ്ടം. ഗാനമേളയോ? ഗാനമേള ഇഷ്ടം. എടീ, ഞാനൊരു കാര്യം പറയാം, നീ എന്നെ കളിയാക്കരുത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നാ പറഞ്ഞേ. അയ്യോ, പോലീസ് സ്റ്റേഷനിൽ കയറ്റും. എടാ, എന്തൊക്കെ നീ പറഞ്ഞാലും 5 സെന്റ് സ്ഥലം, നിന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം എഴുതി തരത്തില്ല. തരില്ലേ? തരത്തില്ല. എന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം നീ തരില്ലേ? തരില്ല. എനിക്ക് ഇത്രയും കേട്ടാ മതി. എടി, നീ ഇപ്പൊ ഈ പറഞ്ഞത് ഫുള്ള് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ടുപോയിട്ട് നിന്നെ നിന്റെ കെട്ടുവനെ ഞാൻ ആഴി എണ്ണിക്കും, ആഴി. എന്റെ അടുത്ത കളി ഞാൻ ഭയങ്കര ടീമാന്ന് ഇവർക്ക് അറിയില്ല. മൊബൈല് വൈബ്രേറ്റർ അടിക്കണ ഇവള് കിടന്ന വൈബ്രേറ്റർ അടിക്കണേ. അയ്യോ, ബെന്നി വന്നു. ബെന്നിയോ? പോത്തെ ബെന്നി അല്ല, ജെന്നി. എന്തെങ്കിലും ആവട്ടെ, താക്കോൽ കൂട്ട് കൊടുത്ത് കൈ കൊടു. ഇനി എന്റെ ബൈക്കിന്റെ താക്കോലും കൂടെ കൊടുത്തിട്ട് വേണം അത് അവൾ അതുകൊണ്ട് പോവാൻ. എടാ, ജന്നി ഒന്നും വന്നല്ലടാ, നിന്റെ അമ്മൂമ്മ വന്നതാടാ. അമ്മൂമ്മ വന്നതാ. ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് നീ 5 സെന്റ് സ്ഥലം എടുത്ത് മേടിക്കുവോടാ? മേടിക്കുവോടാ? അല്ല, ഞാനൊരു കഴിഞ്ഞോട്ടെ, ഈ അമ്മൂമ്മയുടെ ഒരു കൈക്ക് ചെറിയൊരു സ്വാധീനം കുറവുള്ളല്ലേ? ഉണ്ടായിരുന്നു. അല്ല, അത് വലത്തെ കൈക്കല്ലേ? അല്ലല്ലേ, ഇടത്തെ കൈക്കല്ലേ? അത് ഇടത്തെ കൈക്കല്ലേ? ഇല്ലെന്നേ, അത് വലത്തെ കൈക്കാതെ. അല്ല, അത് ഇടത്തെ കൈക്കാണല്ലേ? വലത്തെ കൈക്കാതെ. ഞാൻ എനിക്ക് നല്ല ഓർമ്മ. ഇടത്തെ കൈക്ക് കൈ പൊള്ളിയ പാട്. വലത്തെ കൈയാ. എനിക്കൊന്ന് ഫിഗർ പിടിക്കണം.
വീറ് പിടിക്കണം. ഏത് കൈക്കാടാ? അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തിനാ ഇപ്പൊ തള്ള ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എന്റെ കൊച്ചിന്റെ 5 സെന്റ് സ്ഥലം നീ എഴുതി മേടിക്കരുത്. മേടിച്ചാ നീ മേടിക്കരുത്. ഞാൻ അങ്ങ് വന്നേക്കുന്ന എന്തിനാന്നറിയോ? എന്റെ കൊച്ചിനെ ദ്രോഹിക്കുന്ന കണ്ടാ ഞാൻ പറന്നു വരുവടാ. പറന്നു വരാൻ നീ എന്നടി റാണീച്ചേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അളിയനും പെങ്ങളും കൂടെ കൂടി സ്വസ്ഥതയല്ല. ദേ ഇപ്പൊ നരകത്തിൽ നിന്ന് കെട്ടിയെടുത്തേക്കണു എന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഞാൻ ഒറ്റ പെട്ടിയാൻ പറ്റാ അവിടെ അഭിനയം. അമ്മൂമ്മ തല്ലരുതടാ. ആന തല്ലിയ കുഴപ്പം. ഇത്ര കുറ്റദോഷങ്ങളായ പെങ്ങളുടെ കൂടെ നിൽക്കണം. നിങ്ങളെ ഞാൻ തല്ലി കൊല്ലാതെ ഞാൻ അടിയാൻ പറ്റുന്നാണല്ലോ. മേടിച്ചാ കുറ്റദോഷം വരും. അമ്മൂമ്മയ്ക്ക് തിരിച്ചടിക്കാം. എന്താ ചെയ്യണേ? ഇപ്പൊ തള്ളേനെ തിരിച്ചു തല്ലാനും പറ്റുള്ളൂ. ആക്കി വന്നേ, ഒരു കാര്യം ചെയ്യാം. ഹലോ അമ്മൂമ്മേ, ഞാൻ നിങ്ങളുടെ മോക്കടെ സ്ഥലം എഴുതി മേടിക്കണല്ലോ, ഞാൻ തിരിച്ചു കൊടുക്കുക. തരുവാടാ? തരും തരും. ഇത് വല്ലാത്ത കഷ്ടമായി പോയി. അതല്ലേ? സന്തോഷമായി. അമ്മൂമ്മയ്ക്ക് സന്തോഷമായടാ. എന്നാ ശരി, എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. കൊണ്ടുപോയി തിന്ന്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ. അമ്മൂമ്മ തല്ലരുത് മോനെ. ഗുരുത്വദോഷം വരുവടാ. അമ്മൂമ്മ തല്ലരുതടാ. എടീ, ഇത് സോമനല്ലടി, നിന്റെ കെട്ടിയവനാ. എനിക്ക് കെട്ടിയവളെ തല്ല. അയ്യോ, മുത്തച്ഛനാണ്. മുത്തച്ഛൻ. അമ്മൂമ്മ പോയി. അമ്മൂമ്മ പോയോ? പക്ഷെ അപ്പൂപ്പൻ തുടങ്ങിയിട്ടേ ഉള്ളടി. 5 സെന്റ് നീ എടുത്തോ. അടിക്കരുത്. 5 സെന്റ് നീന്ന് വിളിക്കോടി. വെൽക്കം ബാക്ക് ടു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. ബാലച്ചേട്ടാ, പ്രവീൺ സാറിന്റെ മാജിക് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഇൻട്രോയിൽ എല്ലാവരും ഇവിടെ ഇരുന്നവർക്ക് ചോദിക്കുക, ആ കൈയൊക്കെ ജഡ്ജ് ചെയ്ത് ബോഡി ലാംഗ്വേജിലാണ് ചെയ്തത്, പക്ഷെ അതെങ്ങനെ ഹെഡ്സിന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യം. അതിപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ അത്ഭുതമായിട്ട് നിൽക്കുന്നു. ആണോ? ഒന്നുകൂടെ അത്ഭുതപ്പെടണോ നിങ്ങൾ? തീർച്ചയായിട്ടും. ആണോ? ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു ലോഹത്തിന് ചാലഞ്ച് ചെയ്ത ഒരാളുണ്ടായിരുന്നു, യൂറി ഗെല്ലറിനെ പറഞ്ഞിട്ട്. യൂറി ഗെല്ലർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറേ സൂപ്പർസ്റ്റീഷ്യസ് പവേഴ്സ് ഒക്കെ വന്നെന്ന് പറഞ്ഞിട്ടാണ് ഒരു എത്രയോ ഡെക്കേഡ്സ് ആളുകളെ പഠിച്ചതാണ്. ആക്ച്വലി അതല്ല സംഭവം. നമ്മുടെ ഒരു ഇല്യൂഷൻ ഉണ്ട്, ഒരു കാര്യമുണ്ട്. ബട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇപ്പം സീ ദിസ്, ചുമ്മാ ഞാൻ പറയാണ്, സീ ദിസ് പറയണത് പോലെ ഉണ്ട് അല്ലേ? അല്ലേ? നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് പെണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പെണ്ണ് വെച്ച് നമ്മൾ ആക്കുന്നത് നമുക്ക് ഇല്യൂഷനാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ വരും. വന്നോളൂ. See this. ഫീൽ ചെയ്യുന്നില്ലേ? ഒരു സെക്കൻഡ് ബാലച്ചേട്ടാ, ഒരു നോർമൽ സ്പൂണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സി, ആ ഒരു ഡിഫറൻസ് എല്ലാരും കണ്ടോ? ഇതിന്റെ ബെൻഡും നോർമൽ സ്പൂണും. ഏറ്റവും വലിയൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ സ്പൂണ് ഒന്ന് ജസ്റ്റ് പിടിക്കൂ. ഇത് 2 കൈ കൊണ്ട് പോലും ബെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് തന്നെ പറ്റുന്നില്ല. കാരണം ഇത് നോർമൽ സ്പൂണിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പൂണാണ്. ബാലച്ചേട്ടാ, ഹാറ്റ്സ് ഓഫ് ടു യു. ഇത് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന് നമ്മുടെ ബാലച്ചേട്ടൻ്റെ ഒരു വലിയ ഗിഫ്റ്റാണ്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ട് നേരിട്ട് കാണാൻ പറ്റിയതിൽ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ. അത് മാത്രമല്ല, ഐ യൂസ് ടു ഡു ഇൻ വിത്ത് കോയിൻ ബെൻഡിങ് ചെയ്യാറുണ്ട്, മെറ്റൽ റോഡ്സ് ബെൻഡിങ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു പ്രിപ്പറേഷനില്ല. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്താ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്പൂൺ കൊടുത്തു, ഞാൻ സ്പൂൺ വിളച്ചു, അത്രയേ ഉള്ളൂ.